ചാനലിൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മഞ്ചിഷ്ട സോപ്പാണ് ഞാനിന്ന് ചെയ്യണേ കേട്ടോ. അപ്പം സ്കിന്നൊക്കെ പെട്ടെന്നൊന്ന് ബ്രൈറ്റ് ആവണമെന്നൊക്കെ ആഗ്രഹിക്കണവർ ഈ ഒരു മഞ്ചിഷ്ട സോപ്പ് ഉണ്ടാക്കി ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് ഈ മഞ്ചിഷ്ട കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്കൊക്കെ അറിയാമല്ലോ. മുഖത്തെ പാടും പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും, മുഖക്കുരു വന്ന പാട് മാറാനും, മുഖക്കുരു വരാതിരിക്കാനും, അങ്ങനെ ഒത്തിരിയേറെ ഗുണങ്ങൾ ഈ മഞ്ചിഷ്ട കൊണ്ടിടുന്ന എല്ലാവർക്കും അറിയാം. പുരാതന കാലം മുതലേ എല്ലാ ആയുർവേദിക് പ്രോഡക്റ്റിലും മഞ്ചിഷ്ട ചേർക്കാത്ത ഒരു പ്രോഡക്ട്സ് ഉണ്ടാവുമല്ലോ അല്ലേ. സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ മുഖക്കുരു മാറാനും എല്ലാത്തിനും നമ്മൾ പണ്ട് മുതലേ ഈ മഞ്ചിഷ്ട ഉപയോഗിച്ചുകൊണ്ടിരിക്കണല്ലേ അല്ലേ. അപ്പോൾ ഇന്ന് നമുക്കൊരു മഞ്ചിഷ്ട സോപ്പ് റെഡിയാക്കാം. സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനും മുഖക്കുരു മാറാനൊക്കെ ആയിട്ടാണ് ഈ ഒരു സോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി ബേസും കൂടി ആകുമ്പോൾ അതിൻ്റെ റിസൾട്ട് പറയേണ്ടതില്ലല്ലോ അല്ലേ. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പഠിക്കാം. അപ്പോൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. അളവും കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിനായിട്ട് 200 ഗ്രാം സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. കാണാൻ പാടില്ലേ, കഴിഞ്ഞ ദിവസം കുറേ പോർഷനൊക്കെ ഇതിന് പുറത്തായിട്ടാണ് വന്നത്, അതാണ് ചോദിച്ചത്. 200 ഗ്രാം സോപ്പ് ബേസ്, പിന്നെ അത് 2 ഗ്രാം മഞ്ചിഷ്ട പൗഡർ. അപ്പോൾ 1 കിലോ സോപ്പ് ബേസിന്, മഞ്ചിഷ്ട സോപ്പ് ഉണ്ടാക്കാൻ 1 കിലോ സോപ്പ് ബേസിന് 10 ഗ്രാം മഞ്ചിഷ്ട പൗഡറാണ് കേട്ടോ എടുക്കേണ്ടത്. പിന്നെ സ്മെല്ല് 25 മില്ലി, അതുപോലെ വെജ് ഗ്ലിസറിൻ 10 ml. 1 കിലോയുടെ കണക്കാണ് കേട്ടോ ഞാനീ പറയണത്. 1 കിലോയിലേക്ക് 10 ഗ്രാം മഞ്ചിഷ്ട പൗഡർ, 10 മില്ലി വെജ് ഗ്ലിസറിൻ, 25 മില്ലി ഫ്രാഗ്രൻസ്, പിന്നെ ഒരു 5 ഡ്രോപ്സ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കേട്ടോ, വൈറ്റമിൻ ഇ ഓയിൽ. അപ്പോൾ അതാണ് 1 കിലോയിലേക്കുള്ള അളവ്. ഞാൻ ശ്രദ്ധയോടെ പറയണേ. എനിക്ക് ഒരു സബ്സ്ക്രൈബർ പരാതി പറഞ്ഞായിരുന്നു കേട്ടോ, ഗ്രാമും മില്ലിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോണെന്ന്. അത് ശരിയാണ്, എനിക്കങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഗ്രാമെന്ന് പറഞ്ഞാലും നിങ്ങളത് മനസ്സിലാക്കി എടുത്തോ. അപ്പോൾ ഇങ്ങനെയുള്ള ലിക്വിഡ് ഐറ്റംസൊക്കെ എന്തായാലും ഗ്രാമെന്ന് പറഞ്ഞാലും അത് മില്ലി ആണല്ലോ, അതൊക്കെ മനസ്സിലാക്കി എടുത്താൽ പോരെ. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ച് പറയണേണ് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ആ കസ്റ്റമർക്ക് വേറൊരു പരാതി ഉണ്ട്, ഞാൻ മെൽറ്റ് ചെയ്യണ കാണിക്കണില്ല, ഡബിൾ ബോയിലാണ് ചെയ്യണേ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാ. ഞാൻ പരമാവധി വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് കേട്ടോ ഇത് മെൽറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ബേസ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ബേസാണ് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിനും നല്ലതാണ്. നമുക്ക് സോപ്പ് ഉണ്ടാക്കിയാൽ ഒത്തിരി നാൾ ഈട് നിൽക്കുകയും ചെയ്യും. അതുപോലെ നല്ല പതയുണ്ട്. പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം കേട്ടോ. ഒന്നുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് നമുക്ക് വേഗം അത് മെൽറ്റായി കിട്ടും. അപ്പോൾ കുറച്ച് ബേസല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടിയും കട്ട് ചെയ്യാൻ എനിക്ക് മടിയില്ല. പക്ഷേ എനിക്ക് ഏറ്റവും മടിയുള്ള പണി ഇത് തന്നെയാണ് കേട്ടോ, ഈ കട്ട് ചെയ്യൽ ഭയങ്കര മടിയാണ്. അപ്പോൾ കുറച്ചുള്ളതുകൊണ്ട് ചെയ്യണേണ്. പിന്നെ ഇത് ഞാൻ ഒരു 50 ഗ്രാമിൻ്റെ ഒരു 4 സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് ഓർഡറൊന്നുമല്ല, വെറുതെ ഒരു വീഡിയോക്ക് വേണ്ടി ഞാനൊരു സോപ്പ് ഉണ്ടാക്കി കാണിക്കണം എന്നുള്ളൂ. പിന്നെ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ആവശ്യക്കാർ പുതിയതായിട്ട് സോപ്പ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കണവരൊക്കെ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. നല്ല ഫസ്റ്റ് ക്വാളിറ്റി ബേസ്, സെക്കൻഡ് ക്വാളിറ്റി ബേസ്, ഫ്രാഗ്രൻസും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ സോപ്പിൻ്റെ ബിസിനസ് എങ്ങനെ വിജയകരമായി ചെയ്യാം എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കൂടെ പറയൂല. ആവശ്യമുണ്ടെങ്കിൽ
നിങ്ങളൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇടണമെങ്കിൽ ഞാനത് പറഞ്ഞുതരാം കേട്ടോ. വിജയകരമായി ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് നഷ്ടം വരാതെ കേട്ടോ. നമുക്ക് ഈ ബേസൊക്കെ എടുത്തിട്ട് ഇതിന് ഫസ്റ്റ് ക്വാളിറ്റി ബേസാണ് ആയതുകൊണ്ട് ഒരുവിധം റേറ്റ് ഉണ്ട്. പക്ഷേ കസ്റ്റമർക്ക് അത് വിറ്റാൽ വലിയ ലാഭമൊന്നും കിട്ടണില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേട്ടാ. അപ്പം ഞാനിതൊന്ന് മെൽറ്റ് ചെയ്തിട്ടാ. അപ്പം നമ്മളിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് കേട്ടോ ഇത് മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ബേസ് മെൽറ്റായി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ കുറച്ച് പണികളുണ്ട്. അപ്പോഴേക്കും ഇത് ഒന്നുകൂടിയും കട്ടിയായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വെള്ളത്തിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടാ. ഇതിൽ അലോവേര ജെല്ല് നമ്മൾ കുറച്ച് ചേർക്കണം. അതായത് ഈ മഞ്ചിഷ്ട പൗഡർ നേരിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് അതിൽ കിടന്ന് കലങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാവും, മിക്സായി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് അലോവേര ജെല്ല് എടുത്തിട്ട് അതിലിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതിൽ ചേർക്കാൻ. ഞാനൊന്ന് അലോവേര ജെല്ലും കൂടി എടുക്കട്ടെ. അപ്പം ഞാനിത് ഇത്രയും അലോവേര ജെല്ലാണ് എടുത്തേക്കണം. ഒരു 2 ഗ്രാം ഉണ്ടാവും കേട്ടോ ഇത്. നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഈ പൗഡറും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെജ് ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ, കട്ടയൊന്നും ഇല്ലാതെ. അല്ലെങ്കിൽ സോപ്പിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മഞ്ചിഷ്ടം ഇങ്ങനെ കട്ടയായിട്ടിരിക്കും. അപ്പോൾ സോപ്പ് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് സമയം എടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ മഞ്ചിഷ്ട. ഇനി നമുക്കിതിലേക്ക് വൈറ്റമിൻ ഇയും ചേർത്ത് കൊടുക്കാനുണ്ട്, ഫ്രാഗ്രൻസും ചേർത്ത് കൊടുക്കാനുണ്ട്. അതോടെ ചേർത്ത് കൊടുക്കാം. ഇത് ഡ്രോപ്സ് ആയതുകൊണ്ട് ഒരു 2 ഡ്രോപ്സ് ആയിട്ട് ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ 100 ഗ്രാമിന് നമ്മൾ 1 കിലോ ബേസിലേക്ക് 25 മില്ലി സ്മെല്ലല്ലേ ചേർക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ഇത് 200 ഗ്രാം ഉണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 5 ml ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കുക. ആയുർവേദിക് സോപ്പാകുമ്പോൾ മറ്റേ സാൻഡൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കലായിരിക്കും നല്ലത്. ഞാനിതിലേക്ക് യാഡ്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം. യാഡ്ലിയുടെ ഫ്രാഗ്രൻസ്. ഇതിപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാനല്ലേ, അപ്പോൾ ഏത് ചേർത്താലും പ്രശ്നമില്ലല്ലോ. നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ആയില്ലെങ്കിൽ സോപ്പ് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അലോവേര ജെല്ലും വെജ് ഗ്ലിസറിനും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്താൽ മതി. 5 ml ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി പെട്ടെന്ന് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 50 ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ, പിയേഴ്സിൻ്റെ മോൾഡ്.
കറക്റ്റ് 4 സോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ പത പെട്ടെന്ന് ഇതിൽ പോയിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ അടുത്ത് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ പത പോയിട്ടില്ലല്ലോ എന്ന് ഞാൻ കമൻറ്റിൽ കണ്ടായിരുന്നു. അത് കുറച്ച് സമയം നമ്മളിവിടെ വെച്ച് ഇളക്കി അതിങ്ങനെ ആ ചൂട് കുറഞ്ഞു തുടങ്ങി, കട്ടിയാവാൻ തുടങ്ങി. അതുകൊണ്ടാണ് കേട്ടോ നമ്മളപ്പം തന്നെയാണ് ഇത് മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പത്തുനിന്ന് എടുത്ത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ റബ്ബിങ് ആൽക്കഹോൾ അടിച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് പൊയ്ക്കോളും. ഇത് ചെറിയ രീതിയിൽ ഇപ്പോൾ പോകാതിരിക്കുന്നതിൻ്റെ കാരണം കൂടുതൽ സമയം നമ്മൾ മഞ്ചിഷ്ട പൗഡർ നല്ല രീതിയിൽ മിക്സ് ആവാൻ വേണ്ടി കൂടുതൽ സമയം ഇളക്കിക്കൊണ്ടിരുന്നില്ലേ. അപ്പം അത് ബേസ് കട്ടിയാവാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ല, പോയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ അത് റബ്ബിങ് ആൽക്കഹോൾ ഒഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അതാണ്. അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ. ഇനി നമുക്ക് സോപ്പൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. എന്നുവെച്ചാൽ ഒന്നുകൂടി ചൂടാറാനുണ്ട്, സാവധാനം ഒന്ന് എടുത്ത് നോക്കാം. സോപ്പ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ആ മഞ്ചിഷ്ടയുടെ ഒരു പാട് പോലുമില്ല. മഞ്ചിഷ്ട ഇങ്ങനെ അവിടെ ഇവിടെ ഒന്നും പിടിച്ചിരിക്കുന്ന ഒരു പാട് അതൊന്നുമില്ല കേട്ടോ ഇതിൽ. നല്ല ക്ലിയറായിട്ട് നല്ല രീതിയിൽ സോപ്പിൽ അത് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. സാവധാനം എടുക്കണം, ഒന്നുകൂടി ചൂടാറാനൊക്കെ ഉണ്ട്. അപ്പോൾ സാവധാനം എടുക്കണം. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടാ. ഇത്രയും അളവിൽ മഞ്ചിഷ്ട നമ്മൾ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടില്ലേ, മഞ്ചിഷ്ട സോപ്പ് ഒരു ബ്ലാക്ക് കളറായിട്ടല്ലേ ഇരിക്കണം. അത് അളവ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇത്ര അളവിൽ ചേർത്താൽ മതി മഞ്ചിഷ്ട പൗഡർ. പിന്നെ പൗഡർ കൂടുതൽ ചേർത്തെന്ന് ഓർത്ത് സോപ്പിനൊരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ പിന്നെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ മഞ്ചിഷ്ടയുടെ ആ കളർ, മഞ്ചിഷ്ട സോപ്പാണെന്നുള്ള ആ കളർ കിട്ടണമെങ്കിൽ എനിക്ക് ഇതിത്തിരി പാടാണ് എടുക്കുക. മഞ്ചിഷ്ട സോപ്പ് എന്നുള്ള ഒരു കളർ കിട്ടണമെങ്കിൽ ഈ അളവിൽ ചേർക്കണം എന്നാ ഉദ്ദേശിച്ചോളൂ. നമ്മൾ ചേർക്കണ പൗഡറായാലും ജ്യൂസായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത്തിരി കൂടിപ്പോയി എന്നോർത്തൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഈ മോൾഡ് ഇത്തിരി കട്ടിയുള്ള മോൾഡാണ്, അതാണ് ഇത്ര പാട്. അപ്പോൾ നമുക്ക് 4 സോപ്പും നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മഞ്ചിഷ്ട പൗഡർ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അലോവേര ജെല്ലും വെജ് ഗ്ലിസറിൻ കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലും നമുക്ക് ഇതേ അവിടെ എവിടെയും കട്ട പിടിക്കാതെയൊക്കെ ഇതേ രീതിയിൽ നല്ല രീതിയിൽ സോപ്പ് നമുക്ക് കിട്ടുള്ളൂ. കണ്ടില്ലേ, നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ നല്ലതാണ് കേട്ടോ. മുഖക്കുരു വന്ന പാട് മാറാനൊക്കെ. പിന്നെ നമ്മൾ ഒരു സോപ്പൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നില്ല. എന്നാലും നമുക്കൊരു ചേഞ്ച് എന്തായാലും തോന്നും കേട്ടോ. സാധാരണ സോപ്പ് ഉപയോഗിച്ചിട്ടും ഈ ഒരു മഞ്ചിഷ്ട സോപ്പ് ഉപയോഗിക്കാൻ നമുക്ക് എന്തായാലും ഒരു ചേഞ്ച് ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാലാണ് നമുക്ക് നല്ലൊരു ചേഞ്ച് നമുക്കറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാക്സിമം നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ വീഡിയോസിലും കറക്റ്റായിട്ട് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ടും നിങ്ങളുടെ ലൈക്കും ഒക്കെ കുറവാണ്, ലൈക്കും കമൻസൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് അങ്ങോട്ട് എത്തണില്ല. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ആദ്യം തന്നെ നിങ്ങൾ അങ്ങോട്ട് ഒരു ലൈക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ലൈക്ക് കൊടുത്തേക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ലൈക്ക് തരാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇപ്പം ഇത് കണ്ടോ, നമ്മുടെ മഞ്ചിഷ്ട അതേ സോപ്പിൽ അവിടെ ഇവിടെ ഒന്നും മഞ്ചിഷ്ട പൗഡർ കട്ട പിടിച്ചൊന്നും ഇരിക്കണില്ല കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയും കറക്റ്റ് അളവിന് എടുക്കുകയും ചെയ്തുകൊണ്ടാണ് കേട്ടോ നമ്മുടെ സോപ്പ് ഇത്രയും ഭംഗിയായിട്ട് കിട്ടിയേക്കണത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിനുള്ള പ്രോബ്ലംസൊക്കെ ഇത് പരിഹരിക്കാനായിട്ട് ഈ സോപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ.
നമ്മൾ ഏതൊരു സോപ്പ് ഉണ്ടാക്കുമ്പോഴും അതിൻ്റേതായ കറക്റ്റ് അളവിൽ ചേർത്താൽ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ കസ്റ്റമർക്ക് പെട്ടെന്ന് അത് വാങ്ങാനും അത് ഭയങ്കര ഒരു താല്പര്യമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെപ്പോൾ സോപ്പ് ഉണ്ടാക്കിയാലും വെറുതെ അങ്ങോട്ട് എന്തെങ്കിലും കാണിച്ച് ചെയ്യാതെ കറക്റ്റ് അളവിൽ എപ്പോഴും ചെയ്യാൻ നോക്കാം കേട്ടോ. പിന്നെ ആയുർവേദിക് സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കളർ എന്തായാലും ചേർക്കണം തന്നെയാണ് കേട്ടോ നല്ലത്. ഇപ്പം ഇതിൽ ചേർക്കേണ്ട വന്നില്ല. അല്ലാതെ നമ്മൾ നീമിൻ്റെയൊക്കെ സോപ്പൊക്കെ ഉണ്ടാക്കൂലേ, അപ്പം അതിലുള്ള കളറ് ഇപ്പം എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ആ കളറ് മങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കുറച്ച് കളറ് എപ്പോഴും ചേർക്കണേ നല്ലത്. ഇത് നമ്മുടെ സ്കിന്നിന് സേഫാണ്. നമ്മൾ കളറൊക്കെ ചേർത്തുന്നോർത്തൊന്നും പ്രശ്നമൊന്നുമില്ല. സ്കിന്നിന് സേഫായിട്ടുള്ള കളറൊക്കെ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പേടിക്കാനില്ല കേട്ടോ.